ഹായ് ഓൾ, എല്ലാവർക്കും എഡ്യൂബ്ലിസ് ലേണിങ്ങിൻ്റെ പുതിയൊരു PYQ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് PYQവിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ത്രൂ എ സിമ്പിൾ കാർട്ടൂൺ ദ ടീച്ചർ വാസ് ഏബിൾ ടു കൺവേ എ ന്യൂ മെസ്സേജ് ഈസിലി. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? എന്താണ് പുട്ടപ്പാണോ, പുട്ടക്രോസ് ആണോ, പുട്ടിനാണോ, പുട്ടപ്പ് വിത്താണോ? ഇതിന് ആൻസറായിട്ട് വരുന്നത് എന്താണ്? പുട്ടക്രോസ്. എന്തുകൊണ്ടാണ്? പുട്ടക്രോസ് എന്ന് വെച്ചാൽ എന്താ? ആ ടീച്ചർക്ക് അത് കറക്റ്റായിട്ട് എന്താക്കാൻ പറ്റി, കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്തിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്? പുട്ടക്രോസിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ലോസ്, ഡോണ്ട് ഷെഡ് എനി ക്രൊക്കോഡൈൽ ടിയേഴ്സ് ഫോർ ദം. ദ സെക്കൻഡ് സെൻറ്റൻസ് മീൻസ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് സെൻറ്റൻസ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് എന്താണ് മീൻ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ക്രൊക്കോഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്രൊക്കോഡൈൽ എന്ന് വെച്ചാൽ എന്താണ്? മുതല. അപ്പം ക്രൊക്കോഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ണീർ. അപ്പോൾ ക്രൊക്കോഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ മുതലക്കണ്ണീർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ക്രൊക്കോഡൈൽ ടിയേഴ്സ് എന്ന് വെച്ചാൽ മുതലക്കണ്ണീർ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻസ് നോക്കിയാൽ ഡോണ്ട് ബി വെരി ഗ്ലോമി, ഡോണ്ട് റിഗ്രറ്റ്, ഡോണ്ട് പ്രിട്ടൻഡ് സാഡ്നെസ്, ഡോണ്ട് വീപ്പ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ മുതലക്കണ്ണീർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫേക്കായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണ് മുതലക്കണ്ണീർ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരിക എന്താണ്? ഡോണ്ട് പ്രിട്ടൻഡ് സാഡ്നെസ്, അതായത് സാഡ്നെസ് അഭിനയിക്കുന്ന അവസ്ഥ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് ഐ വുഡ് ഹാവ് റിയലൈസ്ഡ് ദ നേച്ചർ ഓഫ് ദി ജോബ് ഏർലിയർ ഐ വുഡ് നോട്ട് ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ്. റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് വിത്ത് റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ചോദ്യത്തിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? തെറ്റാണ്. ഇവിടെ ഒരു ഇംഗ്ലീഷിലുള്ള റൂൾ ഉണ്ട്. ഈഫിന് ശേഷം ഒരിക്കലും വുഡ് വരില്ല. അങ്ങനെ വരുന്നത് തെറ്റാണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നെ എന്താണ്? ഈഫിന് ശേഷം വുഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഓപ്ഷനിൽ നോക്കുക. ഈഫിന് ശേഷം വുഡ് വന്നിട്ടുണ്ട്, സി തെറ്റാണ്. അതുപോലെ ഈഫിന് ശേഷം വുഡ് വന്നിട്ടുള്ള ഓപ്ഷൻസ് ബിയും തെറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈഫിന് ശേഷം വുഡല്ല, അതുകൊണ്ട് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരൊറ്റ ആൻസർ മാത്രമേ നിലവിലുള്ളൂ. ഏതിലാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമായിട്ടുള്ള ഹാഡ് വരുന്നത്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. 100ാമത്തെ ചോദ്യം നോക്കാം. ദേ ടോൾഡ് മീ ഐ വാസ് അൺഫിറ്റ് ഫോർ ദി ജോബ് and then add insult to the injury they refused to pay my salary as well. അപ്പോൾ ഇവിടെ എന്താണ് ആലോചിച്ചാൽ ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി എന്തെങ്കിലും അയാൾക്ക് എന്താണ് ഒരു ഇൻസൾട്ട് പറ്റിക്കെടുക്കുന്ന ആളാണ്. അതായത് അയാൾക്ക് ഓൾറെഡി എന്തെങ്കിലും അപകടം കാരണം മൂലക്കലായിട്ടുള്ള ആളെ എന്താണ് വീണ്ടും ഇൻസൾട്ട് ചെയ്യുക. അങ്ങനെ ഒരു അർത്ഥം വരുന്നത് എന്തായിരിക്കും? ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി പറ്റില്ല. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കൂ. മേഡ് ദ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. അത് തന്നെയല്ലേ? മേഡ് ദ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. ഓൾറെഡി പരിക്ക് പറ്റിക്കെടുക്കുന്ന ആളെ സിറ്റുവേഷൻ എന്താക്കി? വേഴ്സാക്കി മാറ്റി. ആൻസർ 100ത്തിൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? ദ ഫസ്റ്റ് NP നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് റെഗുലേറ്റഡ് ഇൻ എന്നാണ് 1968. 1968 ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. വൈ ഡോണ്ട് യു സ്പീക്ക് ഡാഷ് ട്രൂത്ത് ഓൾവേസ്. അപ്പോൾ ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? ട്രൂത്തിൻ്റെ കൂടെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക? എ ആണോ, ആണോ, ദാണോ, നോ ആർട്ടിക്കിളാണോ? ഇവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടുള്ള കാര്യം, യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുക? ദാണ് യൂസ് ചെയ്യുക. അപ്പോൾ 103ാമത്തെ ചോദ്യം നോക്കാം. ഡു യു മൈൻഡ് ഡാഷ് സി ആസ്ക്ഡ് മീ. അപ്പോൾ മൈൻഡിന് ശേഷം എന്താണ് വരിക? സിറ്റ് അറ്റ് ദി വിൻഡോ ആണോ, ടു സിറ്റ് അറ്റ് ദി വിൻഡോ ആണോ, സിറ്റിംഗ് അറ്റ് ദി വിൻഡോ ആണോ, സാറ്റ് അറ്റ് ദി വിൻഡോ ആണോ? അപ്പോൾ മൈൻഡ് എന്നുള്ള ജെറണ്ടിന് ശേഷം എപ്പോഴും എന്താണ് യൂസ് ചെയ്യുക? ING ഫോമാണ് യൂസ് ചെയ്യുക പൊതുവെ. അപ്പോൾ ഈ റൂള് പ്രകാരം ഇതിൻ്റെ ആൻസറായിട്ട് ഏതാണ് വരിക? സി ആണ് വരിക. എന്താണ്? സിറ്റിംഗ് അറ്റ് ദി വിൻഡോ. നെക്സ്റ്റ് നോക്കാം. ദ ബോയ് സെഡ് മൈ ഹോം അസൈൻമെൻറ്റ്സ് ആർ ഓവർ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് റിപ്പോർട്ടഡ് ചേഞ്ചസ് ടു. അപ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചായിട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിയാൽ എന്താണ്? ആദ്യത്തെ എല്ലാത്തിലും എന്താണ്? ദ ബോയ് സെഡ്. The boy said that his home assignments was over. The boy told that his home assignments is over. The boy said that his home assignments are over. The boy said his assignments were over. അപ്പോൾ ആദ്യത്തിൽ നോക്കിയാൽ ക്വസ്റ്റ്യൻ മൈ ഹോം അസൈൻമെൻറ്റ്സ് ആർ ഓവർ, അതായത് ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ത്? ആർ ഓവർ എന്നുള്ളത്. അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നോക്കിയാലോ. അപ്പോൾ മൈ ഹോം അസൈൻമെൻറ്റ്. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? ദ ബോയ് സെഡ് ദാറ്റ് എന്താണ്?
ദ ബോയ് സെഡ് ദാറ്റ് ഹിസ് ഹോം അസൈൻമെൻറ്റ്സ് വാസ് ഓവർ ഓർ വേർ ഓവർ. അപ്പോൾ ഇതിൽ പാസ്റ്റ് ടെൻസിൽ വരുന്നിട്ടുള്ള രണ്ട് സംഗതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും മാത്രമാണ് വരുന്നിട്ടുള്ളത് എന്തിൽ? പാസ്റ്റ് ടെൻസിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എയിൽ എങ്ങനെയാണ് വരുന്നത്? വാസ് ഓവറും ഓപ്ഷൻ ഡിയിൽ വേർ ഓവറുമാണ് വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വരിക വേർ ഓവറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ വേർഡ്സ് നോക്ക്, അസൈൻമെൻറ്റ്സ് എന്താണ്? പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരൽ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ യൂസ് ചെയ്യാൻ പറ്റൂ? വേറാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 104 ആൻസർ ആയിട്ട് വരിക ഡി ആണ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഷോ. One of my friends has participated. One of my friend has participated. One of my friend have participated. അപ്പോൾ എന്താണ്? ഒരൊറ്റ ഫ്രണ്ടല്ലേ, ഒരു കൂട്ടുള്ള ഫ്രണ്ട് എന്നൊരു ഫ്രണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? തെറ്റായിരിക്കും. പിന്നെ എയും ബി ആണുള്ളത്. അതിൽ നോക്കിയാൽ വൺ ഓഫ് മൈ ഫ്രണ്ട്, ഫ്രണ്ട്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒക്കെ. അപ്പോൾ എയും ബിയും. അതിൽ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട്സ് നമ്മൾ പൊതുവെ എന്തായിട്ടാണ് കണക്ട് ചെയ്യുക? ഹാസിനോട് കൂടെയാണ് യൂസ് ചെയ്യുക, ഹാവ് യൂസ് ചെയ്യൂല. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരിക എന്താണ്? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഷോ. അപ്പോൾ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ചോദ്യം. ലുക്ക് ദർ ഈസ് സം വൺ ഡാഷ് അറ്റ് ഡാഷ് ദി ഫ്രണ്ട് ഡോർ. ഇതിന് ആൻസർ ആയിട്ട് വരുന്ന ഏത് ആർട്ടിക്കിളാണ്? അറ്റാണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. ലാസ്റ്റ് ചോദ്യം. വൺ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് എ സജഷൻ. അപ്പോൾ ലാസ്റ്റ് ചോദ്യത്തിൽ വൺ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് എ സജഷൻ. ഇതിൽ ഏതാണ് സജഷൻ ആയിട്ട് ഒരു നിർദ്ദേശമായിട്ട് വരുന്നത്? ഇത് നോക്കിയാലും മനസ്സിലാവും. യു വുഡ് ബെറ്റർ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് നൗ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണുള്ളത്. PYQ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.